HSA Natural Science നമ്മൾ വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ, സേലിയൻ ഫീച്ചേഴ്സ്, അതിലെ പാരസൈറ്റിക് പ്രോട്ടോസോവൻസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അത് കഴിഞ്ഞു, ട്രിപ്പനോസോമ ഗാംബിയൻസ്, പിന്നെ പ്ലാസ്മോഡിയം വിവാക്സ്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മോഡിയം വിവാക്സ് ആണ്. അപ്പോൾ എന്താണ് പ്ലാസ്മോഡിയം വിവാക്സ്? അത് പാരസൈറ്റിക് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. നമ്മൾ കാണുകയുണ്ടായി പ്രോട്ടിസ്റ്റയിൽ സ്പോറോസോവൻസ് അല്ലെങ്കിൽ പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റയിൽ ഒരു വിഭാഗമായ സ്പോറോസോവൻ, അതിലാണ് പ്ലാസ്മോഡിയം വരിക. മൊത്തം പേര് പ്ലാസ്മോഡിയം വിവാക്സ് എന്നാണ്. പ്ലാസ്മോഡിയം വിവാക്സ് അല്ലെങ്കിൽ ഇതിനെ മലേറിയൽ പാരസൈറ്റ് എന്ന് പറയും. മലേറിയൽ പാരസൈറ്റ്. ഓർക്കുക, സ്പോറോസോവൻസ് ആണ്. ഇതിന് ലോക്കോമോട്ടറി ഓർഗാൻസ് ഇല്ല. ലോക്കോമോട്ടറി ഓർഗാൻസ് അനുസരിച്ചാണ് നമ്മൾ ഹെറ്ററോ അല്ലെങ്കിൽ പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റിനെ 4ആയി തരംതിരിക്കുന്നത്. അതിൽ സ്പോറോസോവനിൽ മാത്രം ലോക്കോമോട്ടറി ഓർഗാൻസ് ആബ്സെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഹാബിറ്റാറ്റ് ഓർക്കുക. പ്ലാസ്മോഡിയം വിവാക്സ് ഹാബിറ്റാറ്റ് ഇത് എൻഡോപാരസൈറ്റ് ആണ്. എൻഡോപാരസൈറ്റ് because it is found inside the body of an organism. That means found in the blood of man. The blood. മനുഷ്യൻ്റെ ബ്ലഡിലാണ് കാണപ്പെടുക. And also intracellular in RBC and parenchyma cells of liver. Intracellular in RBCs and parenchyma cells of liver. ലിവർ സെൽസ് അവിടെയാണ് കാണുക. ആൻഡ് ആൾസോ ഫൗണ്ട് ഇൻ ദ അലിമെൻ്ററി കനാൽ. ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. 2 ഹോസ്റ്റ് ഉണ്ട്. ഒന്ന് മാൻ ആൻഡ് മൊസ്കിറ്റോ ആണ്. മൊസ്കിറ്റോയിൽ അലിമെൻ്ററി കനാലിലും സലൈവറി ഗ്ലാൻഡിലും കാണും. അത് അനോഫിലസ് വിഭാഗത്തിലുള്ള മൊസ്കിറ്റോയാണ്. അപ്പോൾ ആൻഡ് ആൾസോ ഫൗണ്ട് ഇൻ ദ അലിമെൻ്ററി കനാൽ, അലിമെൻ്ററി കനാൽ ആൻഡ് സലൈവറി ഗ്ലാൻഡ് of Anopheles mosquito. Okay, then morphology. ശരിക്കും ഇതിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോം എന്ന് പറയുന്നത് സ്പോറോസോയിറ്റ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ മോർഫോളജി നമ്മൾ ഉദ്ദേശിക്കുക. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സിക്കിൾ ഷേപ്പാണ്. സിക്കിൾ എന്ന് വെച്ചാൽ അരിവാൾ എന്നാണ്. അരിവാൾ ഏകദേശം അരിവാളിൻ്റെ രൂപമാണ്. അതിൻ്റെ ഏപ്പിക്കൽ എൻഡ്, ഇതാണ് ഏപ്പിക്കൽ എൻഡിൽ ഒരു ക്യാപ്പുണ്ട്. അതാണ് ഏപ്പിക്കൽ ക്യാപ്പ്. ഇത് ഒരു ലൈറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എന്ന് വെച്ചാൽ ഇത് പാസിങ് ഇൻ ടു ദ ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് സെല്ല് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്യാപ്പാണ് ഏപ്പിക്കൽ ക്യാപ്പ്. ഇനി ദ സെൽ ഈസ് കവേർഡ് ബൈ എ കവറിങ് കാൾഡ് പെല്ലിക്കിൾ. Inside the cell there is cytoplasm and also a central nucleus. ഇതാണ് ഇൻഫെക്ഷ്യസ് ഫോം, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പോറോസോയിറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മോർഫോളജി. ഓർക്കുക. ഇനി നമുക്ക് അതിൻ്റെ ലൈഫ് സൈക്കിളിലേക്ക് പോകാം. ഓർക്കുക, ലൈഫ് സൈക്കിളിലും പാത്തോജനിസിറ്റി നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ. നമ്മൾ പറഞ്ഞു ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. 2 ഹോസ്റ്റ് വേണം. ഒന്ന് മൊസ്കിറ്റോ, മറ്റൊന്ന് മാൻ. മൊസ്കിറ്റോയിലെ ലൈഫ് സൈക്കിൾ സെക്ഷൽ റീപ്രൊഡക്ഷനും, അപ്പോൾ അവിടെ ഗമീറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഇവിടെ ഡിവിഷൻസ് ആണ് നടക്കുക. അപ്പോൾ ലൈഫ് ഹിസ്റ്ററി ഇൻ മാൻ ആൻഡ് ആൾസോ ലൈഫ് ഹിസ്റ്ററി ഇൻ മൊസ്കിറ്റോ. മെയിൻലി ദ ലൈഫ് സൈക്കിൾ കണ്ടെയ്ൻ 3 phases. ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ 3 phases ആണ്. ഓർക്കുക. ഒന്ന് ഷൈസോഗണി, 2 ഗാമോഗണി, 3 സ്പോറോഗണി. ഓർക്കുക.
The life cycle involves three important phases: ഷൈസോഗണി, ഗാമോഗണി, then സ്പോറോഗണി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തുടങ്ങാം. ലൈഫ് സൈക്കിൾ ഇൻ മാൻ, മനുഷ്യനിലെ ലൈഫ് സൈക്കിൾ. മനുഷ്യനിലെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഷൈസോഗണിയാണ്. ഓർക്കണം, ദ ഫസ്റ്റ് സ്റ്റേജ് അപ്പം ഞാനേ പറഞ്ഞു, മൊസ്കിറ്റോ മനുഷ്യനെ കടിക്കാനിടയായാൽ മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിൽ ഉള്ള ഇൻഫെക്ഷ്യസ് ഫോമാണ് സ്പോറോസോയിഡ്. സ്പോറോസോയിഡ് മനുഷ്യനിലെത്തുകയും അത് ഒരു ഹാഫ് അവർ ഏകദേശം അരമണിക്കൂർ അതിനകം ഇത് ലിവർ സെൽസിലെ പാരങ്കൈമ സെല്ലാണ്. പാരങ്കൈമ സെല്ലിനുള്ളിലേക്ക് അകപ്പെടുകയും അല്ലെങ്കിൽ അതിനുള്ളിൽ പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദ ലൈഫ് സൈക്കിൾ ബിഗിൻസ് ഫ്രം 3 phases. അത് പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമ്മളിനി തുടങ്ങാം. അത് ഫസ്റ്റ് വൺ, ലൈഫ് സൈക്കിൾ ഇൻ മാൻ, മനുഷ്യനിലെ ലൈഫ് സൈക്കിൾ. ഓർക്കുക, ഫസ്റ്റ് വൺ ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്ന് വെച്ചാൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ബൈറ്റ്സ്, കടിക്കുകയാണെങ്കിൽ മാൻ ലിബറേറ്റ് സ്പോറോസോയിഡ്സ്. Liberates sporozoids in blood of man. ഓർക്കുക, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയുക. കൊതുക് കടിക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലുള്ള ഇതിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോമാണ് സ്പോറോസോയിഡ്സ്. അത് മനുഷ്യൻ്റെ ബ്ലഡിൽ വരും. ഇനി മനുഷ്യൻ്റെ ബ്ലഡിൽ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ സ്റ്റേജ് തുടങ്ങിയാണ്. ഈ സ്റ്റേജിനെയാണ് ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഇനോക്കുലേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് ഇതാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി. പ്രീ മീൻസ് ബിഫോർ എന്നാണ്. അപ്പോൾ എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBC ആണ്. RBCയുടെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്. അപ്പോൾ RBCക്ക് മുമ്പുള്ള ഘട്ടം ഓർക്കുക, അതാണ് പ്രീ. അപ്പോൾ പ്രീ എറിത്രോസൈറ്റിക് ഘട്ടം എന്ന് പറയുമ്പോൾ അത് ലിവർ സെൽസിലുള്ളതാണ്, ഓർക്കുക. അപ്പം സെക്കൻഡ് വൺ പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി. പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി. ഓക്കെ, അപ്പം നമ്മൾ ഇനോക്കുലേഷൻ കഴിഞ്ഞു. വിത്തിൻ ഹാഫ് അവർ, ഏകദേശം അരമണിക്കൂർ ഓഫ് ഇനോക്കുലേഷൻ, sporozoid pass into parenchyma cells of liver. ഓർക്കുക, പാരങ്കൈമ സെൽസ് ലിവറിൽ എത്തുകയാണ്. ഓർക്കണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്പോറോസൈറ്റ് ഫീഡിങ് സ്റ്റേജിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടൻറ്റ് ആഹരിക്കുകയും അത് മറ്റൊരു രൂപമായ ക്രിപ്റ്റോസോയിറ്റായി മാറുകയും ചെയ്യും. ഓർക്കുക, ക്രിപ്റ്റോസോയിഡ്. അപ്പോൾ ഈച്ച് സ്പോറോസോയിഡ് നൗ ചേഞ്ച്ഡ് ഇൻ ടു ഫീഡിംഗ് സ്റ്റേജ് കാൾഡ് ക്രിപ്റ്റോസോയിറ്റ്. ഓർക്കുക, ക്രിപ്റ്റോസോയിറ്റ്. ആ ഫീഡിംഗ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോസോയിറ്റ്. ഇതാണ് അതിൻ്റെ ചേഞ്ചസ്. ഇനി ഓർക്കുക, ദിസ് ക്രിപ്റ്റോസോയിറ്റ് അണ്ടർഗോസ് മൾട്ടിപ്പിൾ ഫിഷൻ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഷൈസോഗണി എന്ന് പറയുക. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്രിപ്റ്റോസോയിറ്റിന് മൾട്ടിപ്പിൾ ഫിഷൻ അല്ലെങ്കിൽ ഷൈസോഗണി സംഭവിച്ച ക്രിപ്റ്റോമീറോസോയിഡ്സ് ഉണ്ടാകും. ഏകദേശം 800 to 1000 ക്രിപ്റ്റോമീറോസോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓർക്കുക, then cryptozoid undergoes multiple fission. അതിനെയാണ് നമ്മൾ ഷൈസോഗണി എന്ന് പറയുക. then forming
800 to 1000 cryptomerozoites. അപ്പോൾ അങ്ങനെ ക്രിപ്റ്റോമീറോസോയിഡ്സ് ഉണ്ടാകുന്നു. ദെൻ ദിസ് ക്രിപ്റ്റോമീറോസോയിഡ്സ് ലിബറേറ്റഡ് ഇൻ ബ്ലഡ് സ്പേസസ് ആൻഡ് സ്റ്റാർട്ട് അപ്പം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഈ സൈക്കിളിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയും. അല്ലെങ്കിൽ അതും എറിത്രോസൈറ്റിക് ഷൈസോഗണിയാണ്. ഇത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി, ഇത് എറിത്രോസൈറ്റിക് ഷൈസോഗണി. അപ്പോൾ ഒന്നുകിൽ ക്രിപ്റ്റോമീറോസൈറ്റ്സിന് ഇതിൽ പ്രവേശിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓർക്കുക ക്രിപ്റ്റോമീറോസോയിഡ്സിന് വീണ്ടും ലിവർ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയാം. എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി. അപ്പോൾ ഇതിനെ വേണം ഇങ്ങോട്ടും അടുത്ത ഒരു ഫ്രഷ് ആയിട്ടുള്ള ലിവർ സെൽസിനെ ഇത് ബാധിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ അതിന് എറിത്രോസൈറ്റിക് അല്ലെങ്കിൽ ആർ ബി സിയെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എറിത്രോസൈറ്റിക് ഷൈസോഗണിയായി മാറും. അതല്ല ലിവർ സെൽസിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയായി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത് പറഞ്ഞു, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി പറഞ്ഞു. ഇനി നമ്മൾ ഇത് ഇവിടെ പ്രവേശിക്കുകയാണെങ്കിൽ എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയിലേക്ക് പോകും. അപ്പോൾ ഇത് പറയാം. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 3 ഓർക്കുക, എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ. തേർഡ് വൺ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ. അപ്പോൾ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് പ്രവേശിക്കുന്നത് ഈ ക്രിപ്റ്റോമീറോസോയിഡ്സ് ആണ്. അപ്പോൾ ഈ ക്രിപ്റ്റോമീറോസോയിഡ്സ് എൻ്റർ എ ഫ്രഷ് ലിവർ സെൽ. എന്നിട്ട് അവിടെ വരുമ്പോൾ അതൊരു ന്യൂ ഫീഡിങ് സ്റ്റേജിലേക്ക് മാറും. അതാണ് മെറ്റാക്രിപ്റ്റോസോയിഡ്. ഓർക്കുക. അപ്പോൾ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിള് പ്രവേശിക്കുന്നത് ഓർക്കണം ക്രിപ്റ്റോമീറോസോയിറ്റ് ആണ്. ക്രിപ്റ്റോമീറോസോയിഡ്. ഇനി ആ ലിവർ സെൽസിൽ വന്നിട്ട് അത് അനദർ ഫീഡിങ് സ്റ്റേജിലേക്ക് മാറും. ആ ഫീഡിങ് സ്റ്റേജാണ് മെറ്റാക്രിപ്റ്റോസോയിഡ്. ഓർക്കുക. ഇനി ഈ മെറ്റാക്രിപ്റ്റോസോയിഡ്സിനാണ് ഇറ്റ് അണ്ടർഗോസ് ഷൈസോഗണി. അതാണ് നമ്മൾ പറഞ്ഞത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി. അപ്പോൾ അങ്ങനെ ഷൈസോഗണി മീൻസ് മൾട്ടിപ്പിൾ വിഷനാണ്. അപ്പോൾ ധാരാളം എന്തുണ്ടാകും, അനദർ ഫോംസ് ഉണ്ടാകും. അതിനെ നമുക്ക് മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് പറയാം. മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ്. അപ്പോൾ ഓർക്കുക, മെറ്റാക്രിപ്റ്റോസോയിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ്, ഇതിനെന്താ സംഭവിക്കുക, ഇറ്റ് അണ്ടർഗോസ് ഷൈസോഗണി. ഓർക്കുക. അപ്പോൾ ഇത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷനാണ്. ഷൈസോഗണി സംഭവിക്കുകയും അതിൽ നിന്നും ലാർജ് മാക്രോ, ഓർക്കണം, മാക്രോ അല്ലെങ്കിൽ മെറ്റാക്രിപ്റ്റോമീറോസൈറ്റ്സ് ഉണ്ടാകും. മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് ഉണ്ടാകും. ഓർക്കണം. ഇതാണ് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി. ഇനി ഓർക്കുക, ഇതിലിങ്ങനെ ഉണ്ടാകുന്നത് ഈ മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് 2 തരം ഉണ്ടാകാം. ചില ഫോംസ് ലാർജ് ഫോംസും ആകാം, ചിലത് സ്മാൾ ഫോംസും ആകാം. ലാർജ് ഫോംസ് എന്ന് പറയുന്നത് നമുക്കതിനെ മാക്രോ എന്ന് പറയാം. മാക്രോ അത് ഏകദേശം 64 എണ്ണം വരെ മാക്രോ ആയി മാറാം. അതോടൊപ്പം തന്നെ മൈക്രോയും ഉണ്ടാകാം. മൈക്രോ മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സും ഉണ്ടാകാം. അത് ഏകദേശം 800 to 1000 വരെ ഉണ്ടാകാം. ഓർക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് 2 തരം ഉണ്ടാകാം. ലാർജ് മാക്രോ, മാക്രോ മീൻസ് ലാർജ് എന്നാണ്. അതേപോലെ മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മാൾ ആണ്. അത് 800 to 1000 വരെ ഉണ്ടാകാം. ഓർക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ എക്സോ എറിത്രോസൈറ്റിക്കിൽ ഉണ്ടാകുന്ന ഇത് മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മാക്രോ, മറ്റൊന്ന് മൈക്രോ. അപ്പോൾ മൈക്രോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 64 വരെയൊക്കെ ഉണ്ടാകാം. മറ്റേത് 800 to 1000 വരെ ഉണ്ടാകാം. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ് ഓർക്കണം, അത് വീണ്ടും ലിവർ സെൽസിനെ ബാധിച്ച് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയിലേക്ക് പോകാം. വീണ്ടും ഇങ്ങനെ വേറെ ലിവർ സെൽസിനെ ബാധിച്ച് ഇത് റിപ്പീറ്റ് ചെയ്യാം. അതാണ് മാക്രോ മെറ്റാക്രിപ്റ്റോമീറോസോയിഡ്സ്.
എന്നാൽ മൈക്രോ മെറ്റാ ക്രിപ്റ്റോമീറോസോയിറ്റ്സ് അത് RBCയിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് മീറോസോയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ക്രിപ്റ്റോമീറോസോയിറ്റ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഇതിനെയാണ് നമ്മൾ മീറോസോയിറ്റ് എന്നും പറയുക. അപ്പോൾ ഈ മൈക്രോ മെറ്റാ ക്രിപ്റ്റോസോയിറ്റ്സ് അതിന് നമുക്ക് മീറോസോയിറ്റ്സ് എന്ന് പറയാം. അത് RBC ഇൻഫെക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ സൈക്കിൾ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലൂടെ ഉണ്ടാകുന്ന ക്രിപ്റ്റോമീറോസോയിറ്റ്സ് അത് മീറോസോയിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിളിക്കാം. അത് എവിടെയൊക്കെ പ്രവേശിക്കുകയാണ്? RBCയിൽ. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ പറഞ്ഞു, അല്ലെങ്കിൽ പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി പറഞ്ഞു, എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്തു നിന്നുണ്ടാകുന്ന ക്രിപ്റ്റോമീറോസൈറ്റ്സ് അല്ലെങ്കിൽ മീറോസൈറ്റ്സ്, അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന മൈക്രോ മെറ്റാ ക്രിപ്റ്റോസോയിറ്റ്സ് അത് RBCയെ ബാധിക്കുന്നു. അപ്പോൾ അടുത്തത് എറിത്രോസൈറ്റിക് ഷൈസോഗണി ആരംഭിക്കുകയാണ്. അപ്പോൾ നാലാമത്തത് നമ്മൾ പഠിക്കുകയാണ്, അതാണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എറിത്രോസൈറ്റിക് ഷൈസോഗണി ഓർക്കുക. അപ്പം എറിത്രോസൈറ്റിക് ഷൈസോഗണിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഈ RBCയെ ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. RBCയെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻഫെക്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? മൈക്രോ മെറ്റാ ക്രിപ്റ്റോമീറോസൈറ്റ്, അല്ലെങ്കിൽ അതിനെ മീറോസൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ക്രിപ്റ്റോമീറോസൈറ്റ്. അപ്പോൾ ഇവിടെ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ RBCയിൽ അതൊരു അനദർ ഫീഡിങ് സ്റ്റേജായി മാറും. ആ ഫീഡിങ് സ്റ്റേജിനെയാണ് നമ്മൾ ട്രോഫോസോയിറ്റ് എന്ന് പറയാം. ഓർക്കുക. അപ്പോൾ RBCയിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറുന്നു? RBCയിൽ വന്നു കഴിഞ്ഞാൽ ഈ മീറോസോയിറ്റ് ഓർക്കണം, അതൊരു ഫീഡിങ് സ്റ്റേജിലേക്ക് വന്നു. ആ ഫീഡിങ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോസോയിറ്റ്. ഇത് ഫീഡിങ് സ്റ്റേജാണ്. ഓർക്കുക. അപ്പം മീറോസോയിറ്റ് എന്തായി മാറി? ട്രോഫോസോയിറ്റായി മാറി. ഇനി ആ ട്രോഫോസോയിറ്റിൻ്റെ പ്രത്യേകത നോക്കുക. ഇതെന്താ ചെയ്യുന്നത്? ഫീഡിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫീഡ്സ് ഓൺ സൈറ്റോപ്ലാസം ഓഫ് RBC. ഇത് സൈറ്റോപ്ലാസം ഓഫ് RBC ആൻഡ് പ്രോട്ടീൻ പാർട്ട് ഓഫ് ഹീമോഗ്ലോബിൻ. ഓർക്കുക. ആൻഡ് ആൾസോ സം മെറ്റീരിയൽസ് ഫ്രം ബ്ലഡ് പ്ലാസ്മ. അതോടൊപ്പം തന്നെ ചില മെറ്റീരിയൽസും ഉണ്ട്. സം മെറ്റീരിയൽസ് ഫ്രം ബ്ലഡ് പ്ലാസ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പോർഷനാണ്. ഓർക്കുക. അപ്പോൾ ഇത് ആഹരിക്കുന്ന ഇതൊക്കെയാണ്: സൈറ്റോപ്ലാസം ഓഫ് RBC, പ്രോട്ടീൻ പാർട്ട് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് ആൾസോ സം മെറ്റീരിയൽസ് ഫ്രം ബ്ലഡ് പ്ലാസ്മ. അങ്ങനെ അതൊരു ഡിസ്കോയിഡ് സ്റ്റേജ് ആയിട്ട് മാറും. ഇതാണ് ഡിസ്കോയിഡ് സ്റ്റേജ്. ഓർക്കുക. അപ്പോൾ ഈ ട്രോഫോസൈറ്റ് ഡിസ്കോയിഡ് സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പോൾ അതൊരു ഫീഡിങ് സ്റ്റേജാണ്. ഇനി അടുത്ത സ്റ്റേജ്, ഈ ഡിസ്കോയിഡ് സ്റ്റേജിനകത്ത് ഓർക്കണം, ഇതിനകത്ത് എ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ അപ്പേഴ്സ് ഇൻ ദ സെൻറ്റർ ഓഫ് ട്രോഫോസൈറ്റ്. ഈ ട്രോഫോസൈറ്റിൻ്റെ സെൻട്രലായിട്ട് ഒരു നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂള് രൂപം കൊള്ളും. ആൻഡ് ആൾസോ പെരിഫറൽ സൈറ്റോപ്ലാസം ഷോസ് എ ബൾജ് ഇൻ ദ റീജിയൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ അതേപോലെ പെരിഫറൽ സൈറ്റോപ്ലാസിന് ഒരു ബൾജ് അല്ലെങ്കിൽ ഒരു തള്ളലും രൂപം കൊള്ളും. ആൻഡ് അപ്പിയേഴ്സ് ലൈക്ക് എ സിഗ്നറ്റ് റിംഗ്. അങ്ങനെ ഒരു സിഗ്നറ്റ് റിംഗ് പോലെ, ഒരു മോതിരം പോലെ മാറും. അതിനെയാണ് സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് എന്ന് പറയുക. ഓർക്കുക. അപ്പോൾ ഇത് ഡിസ്കോയിഡ് സ്റ്റേജാണ്. ഡിസ്കോയിഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, എ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ appears in the center of ട്രോഫോസോയിറ്റ്. ഓർക്കുക. ഇനി അതോടൊപ്പം തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ദ സൈറ്റോപ്ലാസം ഷോസ് എ ബൾജ് in the region of nucleus. ഓർക്കണം. അപ്പോൾ ഇതാണ് സംഭവിക്കുക. എ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ അപ്പിയേഴ്സ് ഇൻ ദ സെൻറ്റർ ഓഫ് ട്രോഫോസോയിറ്റ്. ട്രോഫോസോയിറ്റിൻ്റെ സെൻറ്ററിലേക്ക് ഒരു നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ടാകും. അത് അടുത്ത സ്റ്റെപ്പിൽ തന്നെ ഡിസപ്പിയർ ചെയ്യും. എന്നിട്ട് സൈറ്റോപ്ലാസം ഷോസ് എ ബൾജ് ഇൻ ദ റീജിയൻ ഓഫ് ന്യൂക്ലിയസ്.
അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പിയേഴ്സ് ലൈക്ക് എ സിഗ്നറ്റ് റിങ്. അപ്പോൾ അവിടെ ഒരു സിഗ്നറ്റ് റിങ് രൂപം കൊള്ളും. അപ്പോൾ ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സിഗ്നറ്റ് റിങ് സ്റ്റേജ്. ഓർക്കുക. അപ്പോൾ ഇതാ ഡിസ്കോയിഡ് സ്റ്റേജ് സിഗ്നറ്റ് റിങ് സ്റ്റേജായി മാറി. ഓക്കെ, ഇനി ആ സിഗ്നറ്റ് റിങ് സ്റ്റേജിൽ അടുത്ത എന്താണ്? ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഡിസപ്പിയർ ചെയ്യും. ദ ട്രോഫോസോയിഡ് നൗ ഡെവലപ്സ് സീഡോപോഡിയ ലൈക്ക് ഔട്ട്ഗ്രോത്ത് ഫോർ ഇൻക്രീസിങ് അബ്സോർപ്റ്റീവ് ഏരിയ. ഇറ്റ് ഈസ് കാൾഡ് അമീബോയിഡ് സ്റ്റേജ്. ഓർക്കണം. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് അത് വരികയാണ്. സിഗ്നറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് അമീബോയിഡ് സ്റ്റേജ് ആണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നേരത്തെ ഉണ്ടായ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഡിസപ്പിയർ. ഓർക്കണം, നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഡിസപ്പിയർ ചെയ്യും. അതോടൊപ്പം തന്നെ ട്രോഫോസൈറ്റിൽ ഒരു സീഡോപോഡിയ, നമുക്കറിയാം സീഡോപോഡിയ ലൈക്ക് ഔട്ട്ഗ്രോത്ത് എറൈസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ടു ഇൻക്രീസ് സർഫസ് ഏരിയ. അപ്പോൾ അത് അനദർ സ്റ്റേജിലേക്ക് മാറി. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് അമീബോയിഡ് സ്റ്റേജ്. ഓർക്കണം. അപ്പോൾ അടുത്ത സ്റ്റേജാണ് അമീബോയിഡ് സ്റ്റേജ്. അപ്പോൾ സിഗ്നറ്റ് റിങ് സ്റ്റേജ് എന്തായി മാറി? അമീബോയിഡ് സ്റ്റേജ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് ഇത് ട്രോഫോസോയിഡ് ഡിസ്കോയിഡ് സ്റ്റേജ്, സിഗ്നറ്റ് റിങ് സ്റ്റേജ്, അമീബോയിഡ് സ്റ്റേജ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? അമീബോയിഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ദ ട്രോഫോസോയിറ്റ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇൻറ്റു 6 to 24 ന്യൂക്ലിയായി. ഈ ട്രോഫോസോയിറ്റിലെ ന്യൂക്ലിയസിന് ഡിവിഷൻ സംഭവിച്ച ഏകദേശം 6 to 24 ന്യൂക്ലിയ ഉണ്ടാകും. അപ്പം നമുക്കതിനെ ഷൈസോൺ എന്ന് വിളിക്കാം. ഷൈസോൺ. കാരണം ഇവിടെ ഡിവിഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള മർമ്മം ഡിവൈഡ് ചെയ്യുന്നു. ഓർക്കുക, ദ ട്രോഫോസോയിഡ്സ് വിത്ത് 6 to 24 ന്യൂക്ലിയായി. ട്രോഫോസോയിഡ് വിത്ത് 6 to 24 ന്യൂക്ലിയായി. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ്, ഓർക്കണം, എറിത്രോസൈറ്റിക് ഷൈസോൺ. അതിനെ വിളിക്കുന്ന പേരാണ് എറിത്രോസൈറ്റിക് ഷൈസോൺ. അതുണ്ടായി. അപ്പം ഇവിടെ 6 to 24 ന്യൂക്ലിയ ഉണ്ടായി. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇറ്റ് പ്രൊഡ്യൂസസ് 6 to 24 മീറോസോയിഡ്സ് അല്ലെങ്കിൽ ഷൈസോസോയിഡ്സ് ഓൺ ദ പെരിഫറി ഓഫ് സെൻട്രൽ സൈറ്റോപ്ലാസം ഹാവിങ് ഹീമോസോയിൻ ഗ്രാന്യൂൾസ്. ഹീമോസോയിൻ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ഓർക്കണം. അപ്പോൾ ഈ ഗ്രാന്യൂൾസ് നമ്മുടെ ബ്ലഡിൽ നിന്നും രൂപം കൊള്ളതാണ്. ആ ഹീമോസോയിൻ ബ്ലഡിനകത്ത് RBC ആണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ്, ഓർക്കണം, അപ്പോൾ ഷൈസോണിൻ്റെ രൂപം കൊണ്ടു. ആ ഷൈസോൺ പ്രൊഡ്യൂസസ് 6 to 24 മീറോസോയിഡ്സ് or ഷൈസോസോയിഡ്സ്. ഓർക്കുക. ഇനി ഇതിൻ്റെ ഓൺ ദ പെരിഫറി ഓഫ് സെൻട്രൽ സൈറ്റോപ്ലാസം having ഹീമോസോയിൻ. ഓർക്കണം, ഹീമോസോയിൻ ഗ്രാന്യൂൾസ്. ഓർക്കുക. അപ്പോൾ ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ്, ദിസ് ഈസ് കാൾഡ് റോസറ്റ് സ്റ്റേജ്. ഇതിനെയാണ് റോസറ്റ് സ്റ്റേജ് എന്ന് പറയുക. കാരണം ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ മീറോസോയിഡ് അല്ലെങ്കിൽ ഷൈസോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു റോസറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ക്രമീകരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് റോസറ്റ് സ്റ്റേജ്. ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഈ RBC റപ്ചർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ മീറോസോയിഡ്സും ആൻഡ് ഹീമോസോയിൻ ഗ്രാന്യൂൾസ് ആർ ലിബറേറ്റഡ് ഇൻ ദ ബ്ലഡ്. അത് ബ്ലഡിലേക്ക്. അപ്പോൾ ഈ ഗ്രാന്യൂൾസ് ഓർക്കണം. അപ്പോൾ അമീബോയിഡ് സ്റ്റേജ് ഇപ്പോൾ നമ്മളൊന്നുകൂടെ പറയാം. ഇത് ട്രോഫോസോയിഡ് അല്ലെങ്കിൽ ഡിസ്കോയിഡ് സ്റ്റേജ്, ഇത് സിഗ്നറ്റ് റിങ് സ്റ്റേജ്, ഇത് അമീബോയിഡ് സ്റ്റേജ്. ഇനി അമീബോയിഡ് സ്റ്റേജിലും ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഷൈസോണ്ടായി മാറുന്നതിന് മുമ്പ് തന്നെ
ഈ അമീബോയിഡ് സ്റ്റേജിൽ അറ്റ് ദിസ് ടൈം ദ സൈറ്റോപ്ലാസം ഓഫ് ആർ ബി സി ഹാവ് ഗ്രാന്യൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതേപോലൊരു ഗ്രാന്യൂൾസ് ഈ സ്റ്റേജിലും ഉണ്ടാകും. ഈ അമീബോയിഡ് സ്റ്റേജിലുണ്ടാകുന്ന ഈ ഗ്രാന്യൂൾസിനെ ഓർക്കണം, ഈ ഗ്രാന്യൂൾസിനെ ഷിഫിനേഴ്സ് ഡോട്ട്സ് അല്ലെങ്കിൽ ഷിഫിനേഴ്സ് ഗ്രാന്യൂൾസ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേജിൽ ഷിഫിനേഴ്സ്, അത് അമീബോയിഡ് സ്റ്റേജാണ്, ഓർക്കുക, നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ അമീബോയിഡ് സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ അറ്റ് ദിസ് ടൈം ദ സൈറ്റോപ്ലാസം ഓഫ് ആർ ബി സി, ഈ അമീബോയിഡ് സ്റ്റേജിൽ ആർ ബി സിയിലെ സൈറ്റോപ്ലാസത്തിൽ ഒരു ഗ്രാന്യൂൾസ് ഉണ്ടാകും. ആ ഗ്രാന്യൂൾസിൻ്റെ പേരാണ് ഷിഫിനേഴ്സ്. ഷിഫിനേഴ്സ് ഗ്രാന്യൂൾസ് എന്നോ അല്ലെങ്കിൽ ഡോട്ട്സ് എന്നോ പറയും, ഓർക്കുക. അപ്പോൾ അമീബോയിഡ് സ്റ്റേജിൽ ഗ്രാന്യൂൾസ് ഉണ്ടാകും, അതാണ് ഷിഫിനേഴ്സ് ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ ഡോട്ട്സ്. ഇനി അടുത്തത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ന്യൂക്ലിയായി ട്രോഫോസോയിറ്റ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ട്രോഫോസോയിറ്റ് 6-24 ന്യൂക്ലിയായി മാറും. അത് ഡിവിഷനാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എറിത്രോസൈറ്റിക് ഷൈസോം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. അപ്പോൾ ഏകദേശം 6-24 മീറോസോയിഡ്സ് അല്ലെങ്കിൽ ഷൈസോസോയിഡ്സ് ഡിവൈഡ് ചെയ്യും. അത് അറേഞ്ച് ചെയ്യുന്നത് ഓൺ ദ പെരിഫറി ഓഫ് സെൻട്രൽ സൈറ്റോപ്ലാസമാണ്. അതിനകത്ത് ഹീമോസോയിൻ ഗ്രാന്യൂൾസ് ഉണ്ടാകും. ഇതിനെയാണ് റോസർ സ്റ്റേജ് എന്ന് പറയുക. ഓക്കെ. ഇനി അടുത്ത ഇവിടെ എന്താ സംഭവിക്കുക, ഇനി ഈ ഡിവിഷൻ നടന്നു കഴിഞ്ഞു, ആൾറെഡി മീറോസോയിഡ്സ് അല്ലെങ്കിൽ ഷൈസോസോയിഡ്സ് ഉണ്ടായിക്കഴിഞ്ഞു. ഇതിനെയാണ് നമ്മളിപ്പം വിളിക്കുന്നത് മീറോസോയിഡ്സ്. അപ്പോൾ ഈ മീറോസോയിഡ്സ് വീണ്ടും ആർ ബി സി അറ്റാക്ക് ചെയ്യാം, വീണ്ടും ഈ എറിത്രോസൈറ്റ് ഷൈസോഗണി കണ്ടിന്യൂ ചെയ്യാം. ഓർക്കണം, ഈ മീറോസോയിഡ്സ് ഇപ്പം നമ്മൾ കണ്ടു, ഈ മീറോസോയിഡ്സ് അല്ലെങ്കിൽ ഷൈസോസോയിഡ്സിന് വീണ്ടും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും എറിത്രോസൈറ്റ് ഷൈസോഗണി കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ഇനി നോക്കുക, ഇവിടെ ട്രോഫോസൈറ്റിൻ്റെ ഈ കണ്ടിന്യൂവേഷനകത്ത് ഇപ്പം മീറോസൈറ്റ് വന്നു, ഈ ട്രോഫോസൈറ്റ് വന്നു. ഇതിൽ നിന്നും അറ്റ് ദ സെയിം ടൈം സം മീറോസൈറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ഗമറ്റോസൈറ്റ്സ്. ചില മീറോസൈറ്റ്സ്, അപ്പോൾ ഈ മീറോസൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാം. അല്ല എങ്കിൽ ചില മീറോസൈറ്റിൽ നിന്നും ഇതേപോലുള്ള ഗാമറ്റോസൈറ്റ്സ് ഉണ്ടാകും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഓർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഇനോക്കുലേഷൻ, 2 പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി, 3 നമ്മൾ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ, 4 എറിത്രോസൈറ്റിക് ഷൈസോഗണി. ഇനി നമ്മൾ 5ലേക്ക് വരികയാണ്. 5ആണ് ഫോർമേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്. ഫോർമേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ് ഓർക്കുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഇതാണ്, ഈ മീറോസൈറ്റ് ഇപ്പോൾ എറിത്രോസൈറ്റ് ഷൈസോഗണിയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ചില മീറോസൈറ്റ് എന്തായി മാറാം, ഗാമറ്റോസൈറ്റായി മാറാം. അപ്പോൾ ആ ഗാമറ്റോസൈറ്റ് അല്ലെങ്കിൽ സം മീറോസൈറ്റ് ആഫ്റ്റർ എൻ്ററിങ് ആർ ബി സി, സം മീറോസോയിഡ്സ് after entering RBC grow into gametocytes. അപ്പോൾ അത് ഗാമറ്റോസൈറ്റ്സിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഏതാണ്, ഗാമറ്റോഗണിയാണ്. അപ്പോൾ ഫർദർ ഡെവലപ്പ്, പക്ഷേ ഓർക്കുക, ഗാമറ്റോസൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 2 എണ്ണം ഉണ്ടാകാം. ഒന്ന് മൈക്രോ ഗാമറ്റോസൈറ്റ് ആകാം, മറ്റൊന്ന് മാക്രോ ഗാമറ്റോസൈറ്റ്. മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്ന് ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാകും, മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും മെയിൽ ഗാമറ്റ് ഉണ്ടാകും. പക്ഷേ ഓർക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അത് മൊസ്കിറ്റോയിലേക്ക് വരണം. അതാണ് ലൈഫ് ഹിസ്റ്ററി ഇൻ മൊസ്കിറ്റോ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓർക്കുക, ഇപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ മിഡ് ഗട്ട് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഇപ്പോൾ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോൻ്റെ മിഡ് ഗട്ട് എന്ന് പറയുമ്പോൾ അലിമെൻ്ററി കനാലിൻ്റെ ഭാഗം അല്ലെങ്കിൽ സ്റ്റൊമക്കിലാണ് ഫർദർ ഡെവലപ്മെൻറ്റ് സംഭവിക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലൈസൈക്ലിൻ. ഓർക്കുക, ലൈസൈക്ലിൻ എന്ന ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ലൈസൈക്ലിൻ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ.
ഓർക്കുക, ഫീമെയിൽ അനോഫിലിസ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പഠിച്ച ഇതാണ്, അത് ഗാമോഗണി എന്ന് പറയാം, അല്ലെങ്കിൽ ഗാമറ്റോജനസിസ്. ഗാമോഗണി മീൻസ് ഗാമറ്റോജനസിസ്, ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ഉണ്ടാവുകയാണ്, ഓർക്കുക. അപ്പോൾ രണ്ട് തരം ഗാമീറ്റ്സാണ് ഉണ്ടാകുന്നത്. ഒന്ന് മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും മാക്രോ ഗാമീറ്റായ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകും. മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ മൈക്രോ ഗാമീറ്റ് ഉണ്ടാകും, ഓർക്കുക. അപ്പോൾ ഫോർമേഷൻ ഓഫ് മൈക്രോ ഗാമീറ്റ്സ് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം, ഓർക്കുക. അപ്പോൾ മൈക്രോ ഗാമറ്റോസൈറ്റ്സ് അണ്ടർഗോ എക്സ്ഫ്ലാജല്ലേഷൻ. ഓർക്കണം, ഇതിൽ നിന്നാണ് ഉണ്ടാവുക? മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നാണ്. അപ്പോൾ മൈക്രോ ഗാമറ്റോസൈറ്റ് അണ്ടർഗോ ഫ്ലാജല്ലേഷൻ ഉണ്ടാകുന്നു. അതെവിടെയാണ് നടക്കുക? പ്രോസസ് ഇൻ ദ മിഡ് ഗട്ട് ഓഫ് മൊസ്കിറ്റോ. ഓർക്കുക, ദ ന്യൂക്ലിയസ് ഓഫ് മൈക്രോ ഗാമറ്റോസൈറ്റ് divides to 6 to 8 daughter nuclei. 6 to 8 and thus forming 6 to 8 flagella-like. ഓർക്കണം, flagella-like male gametes. ഓർക്കുക. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈക്രോ ഗാമറ്റോസൈറ്റ്സിന് എക്സ് ഫ്ലജല്ലേഷൻ നടക്കുന്നു, ഫ്ലജല്ല ഫോർമേഷൻ നടക്കുന്നു. അങ്ങനെ ഫ്ലജല്ല ലൈക്ക് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ മെയിൽ ഗാമീറ്റ് ഫ്ലജല്ല ലൈക്ക് എന്ന് പറയുമ്പോൾ അത് മൂവബിളാണ്, മുട്ടയിലാണ്. അപ്പോൾ അത് ആ സമയം കൊണ്ട് തന്നെ ഇവിടെ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകും. ഫീമെയിൽ ഗാമീറ്റിനടുത്തേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ ഗാമീറ്റ്സിൻ്റെ രൂപീകരണം പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഫോർമേഷൻ ഓഫ് മാക്രോ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ്. ഫോർമേഷൻ ഓഫ് മാക്രോ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ്ഗാണ്, ഓർക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ അതിവിടെ നിന്നാണ് ഉണ്ടാവുക? മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ മാക്രോ ഗാമറ്റോസൈറ്റ് അണ്ടർഗോ ഇവിടെയാണെങ്കിൽ അവിടെ നോക്കുക, ഇവിടെ ആ ന്യൂക്ലിയക്ക് ഡിവിഷൻ നടന്നിട്ട് 6 to 8 ഡാറ്റർ ന്യൂക്ലിയ, അതാണ് 6 to 8 മെയിൽ ഗാമീറ്റ്സായി മാറുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മാക്രോ ഗാമറ്റോസൈറ്റ് അണ്ടർഗോ സം റീഓർഗനൈസേഷൻ ആൻഡ് ബിക്കം ഫീമെയിൽ ഗാമീറ്റ്. ഓർക്കണം, അപ്പോൾ അതൊരു റീഓർഗനൈസേഷൻ നടന്നിട്ട് അതിനകത്ത് നിന്ന് ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുമ്പോൾ അത് ഇത് മുട്ടയിൽ, മെയിൽ ഗാമീറ്റ് മുട്ടയിലാണ്, ഇത് നോൺ മുട്ടയിലാണ്, ചലിക്കാൻ കഴിവില്ലാത്തതാണ്. ആൻഡ് ആൾസോ ഡെവലപ്സ് എ സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ. ഓർക്കുക, അപ്പോൾ ഇതിനകത്ത് ഒരു സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ ഉണ്ടാകും. ആ സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് കോൺ ഓഫ് റിസെപ്ഷൻ. കാരണം ഈ മെയിൽ ഗാമീറ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ് കോൺ ഓഫ് റിസെപ്ഷൻ, അല്ലെങ്കിൽ അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ കോൺ. ഓർക്കണം. അപ്പോൾ മാക്രോ ഗാമറ്റോസൈറ്റ് അണ്ടർഗോ സം റീഓർഗനൈസേഷൻ ആൻഡ് ബിക്കം ഫീമെയിൽ ഗാമീറ്റ്. അപ്പോൾ ഒരു മാക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും ഫീമെയിൽ ഗാമീറ്റാണ് ഉണ്ടാവുക. അത് നോൺ മുട്ടയിലാണ്. ഇനി അതിനകത്ത് എന്താണ്? ഡെവലപ്സ് എ സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ കാൾഡ് കോൺ ഓഫ് റിസെപ്ഷൻ ഓർ ഫെർട്ടിലൈസേഷൻ കോൺ. ഓർക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓർക്കണം, ഇതാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ ഫീമെയിൽ ഗാമീറ്റിൻ്റെ കോൺ ഓഫ് റിസെപ്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സോണിലേക്ക് മെയിൽ ഗാമീറ്റ് മൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടെ ചേരുമ്പോഴത്തേക്ക് ബീജസംയോഗം നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഈസ് ഫോംഡ്. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, സൈഗോട്ട് ഉണ്ടായി.
അപ്പോൾ ഫെർട്ടിലൈസേഷൻ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫെർട്ടിലൈസേഷനാണ്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എ മെയിൽ ഗാമീറ്റ് എൻറ്റേഴ്സ് ദ ഫീമെയിൽ ഗാമീറ്റ് ത്രൂ എ മെയിൽ ഗാമീറ്റ് എൻറ്റേഴ്സ് എ ഫീമെയിൽ ഗാമീറ്റ് ത്രൂ, നമ്മൾ പറഞ്ഞു അതെന്താണ്? ത്രൂ കോൺ ഓഫ് റിസെപ്ഷൻ. Thus fertilization is effected. The fusion product is a diploid zygote. അപ്പം ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയ ഡിപ്ലോയിഡ് സൈഗോട്ട് രൂപം കൊണ്ടു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന് ഓർക്കുക, ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് അണ്ടർഗോസ് വേം ലൈക്ക്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഒരു വേം പോലെയാകും, ഒരു പുഴു പോലെയാകും. എന്നുവെച്ചാൽ അത് പെനിട്രേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈസ് കാൾഡ് ഓക്കിനിറ്റ്. അതിനെ എന്താ പേര് വിളിക്കുക? ഓക്കിനിറ്റ് എന്നാണ് പറയുക. അപ്പോൾ വേം ലൈക്ക് ഓക്കിനിറ്റ് എവിടെ പ്രവേശിക്കുകയാണ്? ഓർക്കുക, ഇറ്റ് പെനിട്രേറ്റ്സ് ദ വാൾ ഓഫ് സ്റ്റൊമക്ക്. അത് സ്റ്റൊമക്ക് വാളിന് പെനിട്രേറ്റ് ചെയ്ത് നോക്കുക. ഇത് മൊസ്കിറ്റോയുടെ സ്റ്റൊമക്ക് വാളിൽ അത് പെനിട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഓക്കിനിറ്റാണ്. ഇപ്പോൾ സൈഗോട്ട് ബിക്കംസ് വോം ലൈക്ക്. സൈഗോട്ട് വോം ലൈക്കായി മാറുന്നു. അതിനെയാണ് വോം ലൈക്കായി മാറുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. വോം ലൈക്കായി മാറുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഊക്കിനിറ്റ്. അപ്പോൾ ആ ഊക്കിനിറ്റ് പെനിട്രേറ്റ് ദ വാൾ ഓഫ് സ്റ്റൊമക്ക്. ഇത് നോക്കുക, ഇതിന് പെനിട്രേറ്റ് ചെയ്യാൻ കാരണം, ഊക്കിനിറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ കാരണം ഇതിനകത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റിക് സെക്രീഷൻ, ഇതിനകത്ത് ഇതിനെ അല്ലെങ്കിൽ വാളിനെ സെക്രീറ്റ് ചെയ്യാനുള്ള എൻസൈമുണ്ട്. ആ എൻസൈം വെച്ചുകൊണ്ട് ഈ ഊക്കിനിട്ട് ഇത് ഗട്ട് വാളാണ്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് വാളാണ്. സ്റ്റൊമക്ക് വാള് പെനിട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഊസിസ്റ്റ് എന്ത് സംഭവിക്കും? അത് സ്പെറിക്കൽ ഷേപ്പായി മാറും. ഓർക്കുക, ഇത് സ്പെറിക്കൽ ഷേപ്പായി മാറി ഇതാണ് അനദർ ഫോമായി വരും. അതിൻ്റെ പേരാണ് ഊസിസ്റ്റ് അല്ലെങ്കിൽ സ്പോറോൺ. അപ്പോൾ ഇത് പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ പോർഷനിൽ ഇറ്റ് സെറ്റിൽസ് ഇൻ ദ ഇന്നർ പോർഷൻ ഓഫ് ദ സ്റ്റൊമക്ക് വാൾ. സ്റ്റൊമക്ക് വാളിൻ്റെ ഇന്നർ പോർഷൻ അത് സെറ്റിൽ ചെയ്യും. ദെൻ ഇറ്റ് ചേഞ്ച്ഡ് ദെയർ ഷേപ്പ്, അല്ലെങ്കിൽ ഇതെന്തായി മാറും? ഊക്കിനിറ്റ് അണ്ടർഗോ സ്പെറിക്കൽ ഷേപ്പ് ആൻഡ് ആൾസോ ഗെറ്റ് എൻക്ലോസ്ഡ്. ഓർക്കണം, ആൻഡ് ആൾസോ ഗെറ്റ് എൻക്ലോസ്ഡ് എ സിസ്റ്റ് പെർമിയബിൾ സിസ്റ്റ് വാൾ. അപ്പോൾ ഇതിന് ചുറ്റിലുമായിട്ട് ഒരു പെർമിയബിൾ സിസ്റ്റ് വാളും രൂപം കൊള്ളും. അപ്പോഴത്തെ ദ സ്റ്റേജ് ഈസ് കാൾഡ് oocyst ഓർ സ്പോറോണ്ട്. ഓർക്കുക, അങ്ങനെ അവിടെ എന്തായി മാറി? oocystaയി മാറി. ഓർക്കണം, അപ്പം ഇത് അതിൻ്റെ ചുറ്റിലുമായിട്ടൊരു സിസ്റ്റ് വാൾ രൂപം കൊള്ളുന്നു. ഓർക്കണം, അത് സ്പെറിക്കൽ ഷേപ്പായി മാറുന്നു. അപ്പോൾ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് oocyst അല്ലെങ്കിൽ സ്പോറോൺ. ഇനി അടുത്ത് നടക്കുന്ന പ്രോസസ്സാണ് സ്പോറോഗണി. ഓർക്കുക, ഇത് ഗാമറ്റോഗണിയാണ്, ഇത് സ്പോറോഗണിയാണ്. ഇനി യൂസിസ്റ്റിന് അണ്ടർഗോ ഇറ്റ്സ് ന്യൂക്ലിയസ്. ഓർക്കുക, ഈ oocyst എന്ന് വെച്ചാൽ ഡിപ്ലോയിഡ് ആ സൈഗോട്ടിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇത് ഡിപ്ലോയിഡ് ആണ്. ഓർക്കണം, ഇതിന് oocyst മെച്ചുറായി കഴിഞ്ഞാൽ ഇറ്റ്സ് ന്യൂക്ലിയസ് ഫസ്റ്റ്ലി ഡിവൈഡ്സ് ബൈ മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ ആൻഡ് ദെൻ മൈറ്റോസിസ്. ആദ്യം മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കും. MEIOSIS ആണ്. അങ്ങനെ ഫോമിങ് എ ലാർജ് നമ്പർ ഓഫ് സ്പോറോസോയിഡ്സ്. അങ്ങനെ ഇവിടെ ഇത് ആദ്യം മിയോസിസ്, പിന്നെ മൈറ്റോസിസ്, ദസ് ഫോമിങ് ലാർജ് നമ്പർ ഓഫ് സ്പോറോസോയിഡ്സ്, ഇൻഫെക്റ്റീവ് ഫോം. അപ്പോൾ അങ്ങനെ ധാരാളം സ്പോറോസോയിഡ്സ് ഉണ്ടാകും. ഓർക്കുക, സ്പോറോസോയിഡ്സ് നമ്മൾ ആദ്യം പറയുകയുണ്ടായി. ഇതേപോലുള്ള ധാരാളം സ്പോറോസോയിഡ്സ് ഉണ്ടായി. ഓർക്കുക, അപ്പോൾ ഈ സ്പോറോസോയിഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് വീണ്ടും ഇപ്പോൾ കൊതുകിൻ്റെ സ്പോറോസോയിഡ് വന്നു കഴിയുകയാണെങ്കിൽ അത് വെരി ആക്റ്റീവാണ്, മുട്ടയിലാണ്, റീച്ച് ദ സലൈവറി ഗ്ലാൻഡ് ഓഫ് മൊസ്കിറ്റോ. ഈ സ്പോറോസോയിഡ്സ് മൊസ്കിറ്റോയിലെ സലൈവറി ഗ്ലാൻഡിൽ വരും. ഈ മൊസ്കിറ്റോ, ഇപ്പോൾ ഇത് ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ ആണ്. ആ ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ മനുഷ്യനെ കടിക്കാനിടയായാൽ വീണ്ടും മനുഷ്യൻ്റെ ബ്ലഡിനകത്ത് അല്ലെങ്കിൽ ലിവർ സെൽസിൽ വീണ്ടും ഈ സ്പോറോസോയിഡ്സ് പ്രവേശിക്കുകയും ഈ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും തുടരുകയും ചെയ്യും. ഓർക്കുക,
അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനോക്കുലേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി, അടുത്തത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി ഓർക്കുക, പിന്നെ എറിത്രോസൈറ്റിക് ഷൈസോഗണി. ഇത്രയും നമ്മൾ മനുഷ്യനിൽ കണ്ടതാണ്. ഇനി നമ്മൾ ലൈഫ് സൈക്കിളിൽ അനോഫിലസ് മൊസ്കിറ്റോ, അതിൽ ഗാമറ്റോഗോണി അല്ലെങ്കിൽ ഗാമറ്റോജനസിസ്, പിന്നെ അതിൽ തന്നെ ഫോർമേഷൻ ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ഗാമീറ്റ്, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോർമേഷൻ, ഓക്കിനിട്ട്, ദെൻ ഓസിസ്റ്റ്, ദെൻ ദിസ് ഈസ് സ്പോറോഗണി, സ്പോർ ഫോർമേഷൻ ഓർക്കുക, ദെൻ സ്പോറോസോയിഡ്സ്. അപ്പോൾ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം വിവാക്സ് ഓർക്കുക. ഇനി ഇതിൻ്റെ പ്രൊഫിലാറ്റിക് ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത് മൊസ്കിറ്റോയാണ്. അപ്പം മൊസ്കിറ്റോയെ നശിപ്പിക്കുക, അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുന്ന വയ്ക്കുക, പിന്നെ വലകൾ ഉപയോഗിക്കുക, നശീകരണം ഉപയോഗിക്കുക, ഇതൊക്കെ അതിൻ്റെ പ്രിവെൻഷനാണ്. അപ്പം മൊസ്കിറ്റോയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതിനുള്ള മെഡിസിൻസ് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് പ്ലാസ്മോഡിയം വിവാക്സ ഓർക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.